പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന സത്യേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ദൈവഹിതം എങ്കിൽ ഇന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് കുഷ്ഠരോഗിയായ നയമാൻ സൗഖ്യം പ്രാപിക്കുന്ന ചരിത്രത്തെ ആസ്പദമാക്കി വിനയം സൗഖ്യം സാധ്യമാക്കുന്നു, ദൈവം ഏറ്റവും പ്രതീക്ഷിക്കാത്തവരെ ഉപയോഗിക്കുന്നു എന്ന വിഷയത്തെ പറ്റിയാണ്. നയമാന്റെ ചരിത്രം ഒരു കുഷ്ഠരോഗി സൗഖ്യം പ്രാപിച്ച കഥ മാത്രമല്ല, അത് വിനയം, അനുസരണം, ശാന്തമായ വിശ്വസ്തത എന്നിവയിലൂടെ ഒരു ലോകം എങ്ങനെ സൗഖ്യമാക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ളതാണ്. നയമാൻ ഒരു ശക്തനായ മനുഷ്യനായിട്ടാണ് തുടങ്ങുന്നത്. അധികാരമുള്ളവൻ, ആദരിക്കപ്പെടുന്നവൻ, ഭയപ്പെടേണ്ടവൻ, എങ്കിലും അവൻ തകർക്കപ്പെട്ടവനായിരുന്നു. തിരുവെഴുത്തുകൾ പറയുന്നു, അവൻ പരാക്രമശാലിയായ ഒരു പടത്തലവനായിരുന്നു, എങ്കിലും കുഷ്ഠരോഗിയായിരുന്നു. 2 രാജാക്കന്മാർ 5:1. ഇന്നത്തെ നമ്മുടെ ലോകത്തിന്റെ അവസ്ഥയും ഇത് തന്നെയാണ്. പുരോഗതി പ്രാപിച്ചതും ശക്തവും സ്വാധീനമുള്ളതും എങ്കിലും അകമേ ആഴത്തിൽ രോഗഗ്രസ്തവുമാണ്. നയമാന്റെ ഉള്ളിൽ ഒരു ദാഹവും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. അത് അധികാരം കൊണ്ട് ശമിപ്പിക്കാൻ കഴിയുകയില്ലായിരുന്നു. അഹങ്കാരം തകരുകയും ആഗ്രഹം ഉണരുകയും ചെയ്യുന്നിടത്താണ് ദൈവം പലപ്പോഴും തൻ്റെ വലിയ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ സൗഖ്യത്തിലേക്കുള്ള പാത തുടങ്ങുന്നത് രാജാക്കന്മാരിലൂടെയോ പ്രവാചകന്മാരിലൂടെയോ അല്ല, മറിച്ച് പേരും പെരുമയുമില്ലാത്ത തടവിലാക്കപ്പെട്ട ഒരു ദാസി പെൺകുട്ടിയിലൂടെയാണ്. അവൾക്ക് പദവികളോ ശക്തിയോ സംരക്ഷണമോ ഇല്ല, പക്ഷെ അവൾക്ക് വിശ്വാസമുണ്ട്. അംഗീകാരങ്ങൾക്കും പദവികൾക്കും പിന്നാലെ പോകുന്ന ഇന്നത്തെ ലോകത്ത് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സത്യം പലപ്പോഴും കടന്നു വരുന്നത് ഏറ്റവും ചെറിയ ശബ്ദങ്ങളിലൂടെയാണ്. തന്നെ തടവിലാക്കിയവരോടും വിദേശ കുടുംബത്തോടും സംസാരിക്കാനുള്ള അവളുടെ ധൈര്യം സൂചിപ്പിക്കുന്നത് അവളൊരു വസ്തുവായല്ല, മറിച്ച് ഒരു വ്യക്തിയായിട്ടാണ് അവിടെ പരിഗണിക്കപ്പെട്ടത് എന്നുള്ളതാണ്. കരുണയുള്ളിടത്ത് വിശ്വാസം തഴച്ചു വളരുന്നു. ഈ ചെറിയ സാക്ഷ്യമാണ് ആ വലിയ അത്ഭുതത്തിന് തുടക്കമിട്ടത്. നയമാന്റെ ഭാര്യ ഒരു പാലമായി മാറുന്നു. അവൾ ശ്രദ്ധിച്ച് കേൾക്കുന്നു. സ്വാധീനം എന്നാൽ എപ്പോഴും അധികാരമെന്നല്ല അർത്ഥം. താഴെ നിൽക്കുന്നവരിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കാനുള്ള വിനയം കൂടിയാണത്. സിറിയൻ രാജാവും മറ്റൊരു ഗുണം പ്രകടിപ്പിക്കുന്നു, തൻ്റെ കീഴിലുള്ളവരോടുള്ള കരുതൽ. അവൻ സഹായവും വിഭവങ്ങളും പിന്തുണയും അയക്കുന്നു. ജനങ്ങളെ വിലമതിക്കുന്ന നേതൃത്വം ദൈവത്തിൻ്റെ ഇടപെടലിനായി വഴിയൊരുക്കുന്നു. ഇസ്രയേൽ രാജാവ് പരിഭ്രാന്തനാകുന്നു. ഇന്നത്തെ പല നേതാക്കളെയും പോലെ ഉത്തരവാദിത്തങ്ങളും തർക്കങ്ങളും കണ്ട് അയാൾ തളരുന്നു. എങ്കിലും അനിശ്ചിതത്വങ്ങൾക്കിടയിലും ദൈവം വിശ്വസ്തനായി തുടരുന്നു. ദൈവപുരുഷനായ എലീശയുടെ സാന്നിധ്യം ഇവിടെ വഴിത്തിരിവാകുന്നു. എലീശ മഹത്വമോ പ്രതിഫലമോ പ്രശസ്തിയോ ആഗ്രഹിക്കുന്നില്ല. അവൻ ദൈവത്തിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നു. ദൈവത്തിന്റെ യഥാർത്ഥ ദാസന്മാർ അത്ഭുതങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നില്ല, അവർ ദൈവത്തിന്റെ മാനം കാക്കുന്നു. നയമാന്റെ ഏറ്റവും വലിയ പോരാട്ടം കുഷ്ഠരോഗത്തോട് ആയിരുന്നില്ല, മറിച്ച് തൻ്റെ അഹങ്കാരത്തോടായിരുന്നു. യോർദാൻ നദി അവന് വളരെ ചെറുതും അശുദ്ധവും സാധാരണവുമായി തോന്നി. നമ്മെ സൗഖ്യമാക്കുവാൻ ദൈവം എത്ര തവണ നമ്മുടെ പ്രതീക്ഷകളെ തിരുത്തുന്നു. നയമാനെ രക്ഷിക്കുന്നത് അവന്റെ വിശ്വസ്തരും ധീരരുമായ ഭൃത്യന്മാരാണ്. അനുസരണമാണ് ജീവിതം നൽകുന്നത് എന്ന് അവർ അവനെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. നല്ലൊരു യജമാനൻ തൻ്റെ കീഴിലുള്ളവരെയും ശ്രദ്ധിക്കുന്നു. നയമാൻ അനുസരിച്ചപ്പോൾ എല്ലാം മാറി. അവന് സൗഖ്യം ലഭിച്ചു. അതിലുമുപരി അവന്റെ ഉള്ളിലും മാറ്റം വന്നു. അവൻ ഇസ്രയേലിലെ മണ്ണ് ചോദിക്കുന്നത് അന്ധവിശ്വാസം കൊണ്ടല്ല, മറിച്ച് ദൈവത്തോടുള്ള ഭക്തി കൊണ്ടാണ്. അവന്റെ അറിവ് വളരുന്നതേയുള്ളൂ, എങ്കിലും അവന്റെ ഹൃദയം ഉറച്ചതായിരുന്നു. ഇനി ഞാൻ കർത്താവിൻ്റെതാണ് എന്നതിൻ്റെ സാക്ഷ്യമായിരുന്നു ആ മണ്ണ്. എലീശയുടെ മറുപടി അതിശയകരമാണ്. സമാധാനത്തോടെ പോകുക. തിരുത്തലുകളോ ദൈവശാസ്ത്ര പ്രസംഗങ്ങളോ അവിടെ ഉണ്ടായില്ല.
അറിവ് കുറവാണെങ്കിലും ആത്മാർത്ഥമായ വിശ്വാസത്തെ കൃപ തിരിച്ചറിയുന്നു. ദൈവം ആരംഭിച്ചത് പൂർത്തിയാക്കുന്നു. പിന്നീട് ഗേഹാസി വരുന്നു. ഇത് നമ്മുടെ തലമുറയ്ക്കുള്ള ഗൗരവകരമായ മുന്നറിയിപ്പാണ്. വിശുദ്ധമായ കാര്യങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും ഹൃദയത്തിൽ ലോഭം, അമിത ആഗ്രഹം പ്രവേശിച്ചാൽ വീണുപോകാം. അത്ഭുതങ്ങളല്ല, അനുസരണമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ഇന്നത്തെ ലോകത്തോട് ഈ ചരിത്രം വിളിച്ചു പറയുന്നത് ഇതാണ്: ദൈവം രാജ്യങ്ങളെ സൗഖ്യമാക്കുന്നത് ശക്തിയിലൂടെ അല്ല, വിനയത്തിലൂടെയാണ്. ദൈവം സംസാരിക്കുന്നത് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരിലൂടെ അല്ല, അവഗണിക്കപ്പെട്ടവരിലൂടെയാണ്. ദൈവം ബാഹ്യരൂപത്തെക്കാൾ അനുസരണയെ വിലമതിക്കുന്നു. ദൈവം ആത്മാർത്ഥമായ വിശ്വാസത്തെ സ്വീകരിക്കുകയും അതിനെ വളർത്തുകയും ചെയ്യുന്നു. നേതാക്കളെയും ദാസന്മാരെയും കുടുംബങ്ങളെയും അന്യരെയും ഒരുപോലെ സൗഖ്യത്തിന്റെ പാത്രങ്ങളാക്കാൻ ദൈവം വിളിക്കുന്നു. നമ്മുടെ ലോകം അഹങ്കാരം, ഭിന്നത, അക്രമം, ഭയം എന്നീ കുഷ്ഠരോഗങ്ങളാൽ വലയുകയാണ്. എന്നാൽ നയമാനെ സുഖപ്പെടുത്തിയ ദൈവം ഇന്നും സൗഖ്യം നൽകാൻ തയ്യാറാണ്. ഈ സത്യത്താൽ നമുക്ക് ശക്തിപ്പെടാം. ദൈവം ഒരു പ്രതിസന്ധിയെയും നേരിടുന്നതിന് അതിന് ആവശ്യമായ മനുഷ്യരെ മുൻകൂട്ടി ഒരുക്കാതെ അല്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ ദൈവം വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീ പുരുഷന്മാരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. നല്ല ധാർമ്മികതയും വിനയവും അനുസരണമുള്ളവർ. കൃത്യസമയത്ത് ദൈവം അവരെ ഒരുമിച്ച് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ലോകം നിരാശപ്പെടേണ്ടതില്ല. ദൈവം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. അവന്റെ പദ്ധതികൾ നടപ്പിലാകുന്നു. പ്രത്യാശ നിങ്ങൾ കരുതുന്നതിനേക്കാൾ അടുത്ത് തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കൃപാലുവായ സ്വർഗീയ പിതാവേ, ഇസ്രയേലിന്റെ ദൈവമേ, സകല ജനതകളുടെയും ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് ഇന്നും ശരീരങ്ങളെയും ഹൃദയങ്ങളെയും ദേശങ്ങളെയും സൗഖ്യമാക്കുന്നവനാണ്. കർത്താവേ, ഞങ്ങളുടെ ലോകത്തെ നോക്കേണമേ. ശക്തമെങ്കിലും രോഗഗ്രസ്തമാണ്, പുരോഗതി പ്രാപിച്ചതെങ്കിലും മുറിവേറ്റതാണ്. നയമാനെ പോലെ ഞങ്ങളും സമ്മതിക്കുന്നു. ഞങ്ങളുടെ അധികാരങ്ങൾക്കും നേട്ടങ്ങൾക്കും താഴെ അങ്ങയുടെ ശുദ്ധീകരിക്കുന്ന കൃപയ്ക്കായി ദാഹിക്കുന്ന ഒരു ഹൃദയമുണ്ടെന്ന്. ഞങ്ങൾ എളിയവരാണെങ്കിലും ഞങ്ങളെ ഉപയോഗിക്കണമേ നാഥ. ആ ദാസി പെൺകുട്ടിയുടെ വിശ്വാസവും നയമാന്റെ ഭാര്യയെപ്പോലെ കേൾക്കാനുള്ള വിനയവും എലീശായെ പോലെയുള്ള ഹൃദയവിശുദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ. അനുസരണത്തിന്റെ യോർദാനിൽ ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ അഹങ്കാരത്തെ നീക്കിക്കളയണമേ. ലോഭം, വിദ്വേഷം, ഭിന്നത, സ്വയം പുകഴ്ത്തൽ എന്നീ കുഷ്ഠരോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ പരിമിതമായ അറിവിനെ പോലും സ്വീകരിക്കുകയും കൂടുതൽ വലിയ സത്യങ്ങളിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങയുടേതാണെന്ന പരസ്യമായ സാക്ഷ്യമായി ഞങ്ങളുടെ ജീവിതങ്ങൾ മാറട്ടെ. വീടുകളിലേക്കും സഭകളിലേക്കും രാഷ്ട്രങ്ങളിലേക്കും ഹൃദയങ്ങളിലേക്കും അങ്ങയുടെ സമാധാനം അയക്കണമേ. അവിടുന്ന് ഞങ്ങളിൽ ആരംഭിച്ച പ്രവൃത്തി പൂർത്തിയാക്കണമേ. സൗഖ്യം നൽകുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ലോകം അറിയട്ടെ. എല്ലാം ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ വൈദ്യനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. We love you all and may God richly bless you. Amen.